ഹായ് മച്ചാമാരെ, നമ്മുടെ CNG വണ്ടിക്ക് ചെറുതല്ലാത്തൊരു പണി കിട്ടി. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലാഗ് ചെയ്ത് ഓഫായിപ്പോയി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല. ടിക് ടിക് എന്നുള്ളൊരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. വണ്ടി എല്ലാവരും കൂടി തള്ളി സ്റ്റാർട്ട് ചെയ്തു. അടുത്തുള്ള ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ കാണിച്ചു. അപ്പോൾ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ അതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ആയി. അപ്പോൾ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ നമ്മൾ വണ്ടി കൊണ്ട് അവിടെ ഇട്ടു. അപ്പോൾ ആശാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ ആശാന് കാര്യം മനസ്സിലായി. സ്റ്റാർട്ടറിൻ്റെ ബ്രഷാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വരികയാണെങ്കിൽ അത് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് സ്റ്റാർട്ടറിൻ്റെ ബ്രഷ് മാറിയാൽ മതിയാവും. ചില വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ മോട്ടർ ഉൾപ്പെടെ, അതായത് സ്റ്റാർട്ടർ ഫുള്ള് മാറാൻ പറയും. അങ്ങനെ മാറേണ്ട കാര്യമില്ല, അതിൻ്റെ ബ്രഷ് മാത്രം മാറിയാൽ മതിയാവും. അങ്ങനെ നേരെ ചെറുതിലെ അടുത്തുള്ള കടയിൽ പോയിട്ട് നമ്മൾ ബജാജിൻ്റെ എക്സ്പേർട്ടിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ബ്രഷ് വാങ്ങിച്ചുകൊണ്ട് വന്ന് 240 രൂപ അടുത്താണ് നമുക്കതിന് ചാർജ് ആയത്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ആശാൻ മോട്ടറൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എക്സ്പേർട്ടിൻ്റെ സ്റ്റാർട്ടർ. മഴക്കാലം വന്നതോടുകൂടി മിക്ക വണ്ടികളുടെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ഓൾറെഡി ഒരു 3 വണ്ടിയോളം ഈ സെയിം കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടി വണ്ടിയോ അതുപോലെ തന്നെ ആപ്പയുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അതിൻ്റെ മോട്ടർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാൻ. അഴിച്ച് ആ ബുഷ് മാറിയാൽ നമ്മുടെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറുമെന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഭവം ഏകദേശം ഇതൊക്കെ അഴിച്ച് അത് ഊരിയെടുത്തോണ്ടിരിക്കുകയാണ്. ഈ ബ്രഷാണ് നമുക്ക് മാറേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. വണ്ടി ആദ്യം കംപ്ലൈൻ്റ് ആയപ്പോൾ ഞാൻ വിളിച്ചത് SKSലെ ബജാജിലേക്കാണ്, തങ്കിക്കോളയിലുള്ള. അപ്പോൾ അവിടുന്ന് ഒരു അരമണിക്കൂറുള്ളിൽ തന്നെ മെക്കാനിക്ക് വന്ന് വണ്ടി നോക്കുകയൊക്കെ ചെയ്തു. അവരൊക്കെ ഉൾപ്പെടെയാണ് നമുക്ക് വണ്ടി തള്ളിത്തന്ന് വണ്ടി സ്റ്റാർട്ടായത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടറിൻ്റെ ബ്രഷ് വരുന്നത്. ഇതാണ് നമുക്ക് മാറാനുള്ളത്. അപ്പോൾ മാറി എല്ലാം ക്ലീൻ ചെയ്താണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത്. അവിടെ വേറൊരു ആപ്പയുടെ ഇതുപോലെ മോട്ടർ അഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ എന്തോ കൂടി വാങ്ങിച്ചിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. അത് വാങ്ങിക്കാനായിട്ട് ആൾ പോയിരിക്കുകയാണ്. അപ്പം നമ്മളത് ഏകദേശം സെറ്റാക്കി ബ്രഷൊക്കെ മാറി നമ്മുടെ വണ്ടിയിൽ സ്റ്റാർട്ടർ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് വണ്ടി. അപ്പം മഴക്കാലമാണ്, എല്ലാവരും വണ്ടി നല്ലതുപോലെ നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.